ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീറ്റ് കട്ട്ലറ്റ് ആണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ് വൃത്തിയാക്കിയത് 600 ഗ്രാം, ഉരുളക്കിഴങ്ങ് 3 ചെറുത്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിന്. ഇതിൽ സ്പൈസസ് ഒക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാം. ഇനി ഇതിന്റെ മസാലയ്ക്കായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി ഒരു മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഗരം മസാല 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ട് ചെറുതായി അരിഞ്ഞത്, ബ്രെഡ് 3 എണ്ണം അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് 1 കപ്പ്, മുട്ട 1 എണ്ണം, എണ്ണ വറക്കാൻ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല ഇത്രയും കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പ്രഷർ കുക്കറിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 3 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് ഇതിൻ്റെ ഉരുളക്കിഴങ്ങ് നമുക്ക് മറ്റൊരു അടുപ്പിൽ വേവിച്ചെടുക്കാം. ഞാനിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടുതൽ വെള്ളം പിടിക്കത്തില്ല, അപ്പം നന്നായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ എണ്ണയിൽ വറക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ കിട്ടുകയും ചെയ്യും. 2 വിസിലടിക്കുന്നിടം വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബീഫ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇത് നന്നായിട്ട് ഒരു ഫുഡ് പ്രോസസ്സറിലോ മിക്സിയിലോ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തു. ഇതും ചൂടാറിയതിനു ശേഷം പൊടിച്ചൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ബീഫ് ആയതുകൊണ്ട് ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇതേപോലെ നല്ല ഡ്രൈ ആയി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലറ്റിന് നന്നായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് സ്റ്റീം ചെയ്തെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ വേവിച്ചതിന് ശേഷം വേഗം തന്നെ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റണം. അധിക സമയം അതിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കരുത്. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. പിന്നെ ബീഫിനേക്കാളും കൂടി പോകരുത്. കിഴങ്ങ് ചേർക്കുമ്പോൾ കിഴങ്ങിന്റെ ടേസ്റ്റ് ആകരുത് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ മിക്സ് നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കോട്ടിങ്ങിനായിട്ടുള്ള ബ്രെഡ് ക്രംസ് തയ്യാറാക്കുന്നതിന് 3 ബ്രെഡ് എടുത്തിട്ട് 3-4 ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് മിക്സ് എടുത്തിട്ട് ഒരു ബോൾ പോലെ എടുത്ത് നന്നായിട്ട് കയ്യിൽ വെച്ച് പരത്തി നല്ല ഷേപ്പ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ആ തയ്യാറാക്കി വെച്ച മുഴുവൻ മിക്സും ഇതേപോലെ ഷേപ്പ് ആക്കി എടുത്തു. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഓരോ പീസും എടുത്തിട്ട് ആദ്യം ആ മുട്ടയിൽ മുക്കിയിട്ട് അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സമയം 2-3 പീസ് ഇട്ടാൽ മതി. നല്ല ബ്രൗൺ നിറം ആവുന്നിടം വരെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ തിരിച്ചിടുമ്പോൾ വലിയ തവിക്ക് പകരം ചെറിയ സ്പൂൺ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എണ്ണ പോകുന്നതിനായിട്ട് ഒരു പേപ്പർ ടവലിലേക്ക് കോരി മാറ്റാം. ഇത് ചൂടോടുകൂടി തന്നെ ഇഷ്ടമുള്ള സോസിനോടൊപ്പം സെർവ് ചെയ്യാം. ഇനി ഇങ്ങനെ വറക്കുന്നതിന് മുന്നേ ഷേപ്പ് ചെയ്തെടുത്ത കട്ട്ലറ്റ് നമുക്ക് ഫ്രീസ് ചെയ്ത് 1 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ അത് നന്നായിട്ട് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ്ട്രാ മോയ്സ്ചർ അങ്ങ് പിടിച്ചെടുക്കും. കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യുന്നതിന് പകരം ഷാലോ ഫ്രൈ ചെയ്താലും മതി.